ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2025 ഓഗസ്റ്റ് 13 തീയതിയാണ്. അതിന്റെ പ്രിലിംസിന് വേണ്ടി നമ്മൾ മാത്സിന്റെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ ഡേ 1 ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ലാസ്റ്റ് 60 ഡേയ്സ് സ്ട്രാറ്റജി വീഡിയോ നമ്മുടെ ചാനലിൽ മാത്സിന് വേണ്ടി അവൈലബിൾ ആണ്. നിങ്ങളത് കണ്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു എക്സാമിൽ മാത്സിന്റെ പോർഷനിൽ നിന്നും മുഴുവൻ മാർക്കും വാങ്ങാം എന്നുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് ഈ ഒരു ക്രാഷ് കോഴ്സ് നമ്മുടെ യൂട്യൂബിലെ ക്രാഷ് കോഴ്സ് എന്ത് ചെയ്യുകയാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലെ ഫസ്റ്റ് ക്ലാസ് ആണിത്. ഇത് നമ്മുടെ CGL 2025 വേണ്ടി സീരിയസ് ആയിട്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നിങ്ങൾ നോക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലാസിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് അവൈലബിൾ ആക്കി നന്നായിട്ട് എന്ത് ചെയ്യാം, മാക്സിമം കണ്ടന്റ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓൺലൈൻ കോഴ്സിന്റെയും ഓഫ്ലൈൻ കോഴ്സിന്റെയും ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോവാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ റേഷ്യോ പ്രൊപ്പോർഷൻ അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ നിന്നും നമ്മുടെ CGL അതുപോലെ എല്ലാ എക്സാമുകളുടെയും പ്രിലിംസിനൊക്കെ നല്ല രീതിയിൽ 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന പെർസെന്റേജ് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നന്നായിട്ട് ചെയ്യുന്നതിലൂടെ ബാക്കി ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസും ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് കൂടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഈ സീരീസിനെ ഈ ചാപ്റ്ററിനെ ലൈറ്റ് ആയിട്ട് കാണരുത്, ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യണം, ഇത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് A is to B equal to 2:3 and C is to D equal to 5A is to 3B then 2C is to 5D, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇവിടെ ചോദിച്ചേക്കുന്നത് പറയാം. എന്നാൽ എക്സാം നിങ്ങൾ 2 മാസം കഴിഞ്ഞ് എക്സാം എഴുതാൻ പോവാം. എക്സാം എഴുതാൻ പോകുമ്പോൾ ഏത് രീതിയിൽ ഇതിന് ആൻസർ കൊടുക്കണം എന്ന് കൂടി എന്ത് ചെയ്യണം, നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ A is to B 2:3 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എയുടെ വാല്യൂ 2 ആണെങ്കിൽ B എത്രയാണ്? 3 ആണ്. അപ്പൊ 2:3 എനിക്ക് പല രീതിയിൽ എഴുതാം. ഇപ്പൊ 2:3 എനിക്ക് 4:6 എന്ന് എഴുതാം, 6:9 എന്ന് എഴുതാം. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നത്? ഞാൻ എന്ത് ചെയ്തു, ഈ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു, ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു, ഇവിടെ 3 കൊണ്ട് ഗുണിച്ചു, ഇവിടെ 3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എയുടെ വാല്യൂ 6 ആണെങ്കിൽ ബിയുടെ വാല്യൂ എത്ര വരും? 9 വരും. എപ്പോഴും ഇവരുടെ കമ്പൈൻഡ് ആയിട്ടുള്ള റേഷ്യോ, അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ ഇവരെങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഇവിടെ 3 കോമൺ ആയിട്ടുണ്ട്. ഇത് 2 × 3 ആണ്, ഇത് 3 × 3 ആണ്. ഈ 3 ക്യാൻസൽ ചെയ്താൽ ഇത് എന്തിൽ തന്നെ തിരിച്ചെത്തും? 2:3 എന്ന് പറയുന്ന ആ ഒരു ഒറിജിനൽ റേഷ്യോയിലോട്ട് തന്നെ തിരിച്ചെത്തും. അതിന്റെ അർത്ഥം എന്താ? A 2 ആണെങ്കിൽ B എത്രയാണ്? 3 ആണ്. അപ്പൊ ഇവിടെ എനിക്ക് A is to B എനിക്ക് എങ്ങനെ പറയാം? 2x റേഷ്യോ 3x എന്നും പറയാം. അപ്പൊ ഓരോ ക്ലാസ്സിലും 20 ക്വസ്റ്റ്യൻ വെച്ചായിരിക്കും നിങ്ങളെ, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന്റെ 20 ക്വസ്റ്റ്യൻ ആയിരിക്കും ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ ഇതേ കാര്യം തന്നെ, ഇതേ കൺസെപ്റ്റ് തന്നെ അടുത്ത ക്വസ്റ്റ്യനിലും വേണ്ടി വരും. അങ്ങനെ നമുക്ക് നിങ്ങളുടെ എക്സാമിന് എന്തായാലും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കും. അപ്പൊ അത് ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കേണ്ട സീരീസ് തന്നെയാണ് ഇത്. അപ്പൊ ഇവിടെ ഇനി C is to D എന്താണ്? 5A is to 3B. അപ്പോൾ C is to D എനിക്ക് എങ്ങനെ എഴുതാം? എനിക്ക് C is to D ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ C/D എന്നും എഴുതാം. രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ 5 × A, എയുടെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ 2x എന്ന് കൊടുത്താലും ഞാൻ ഇവിടെ 2x എന്ന് കൊടുക്കുന്നു, 2xന്റെ കുഴപ്പമില്ല, 2x എന്ന് കൊടുക്കുന്നു. ഡിക്ക് വരെ ഞാൻ എന്ത് കൊടുക്കുന്നു? 3B എന്ന് പറഞ്ഞാൽ 3 × 3x ഇങ്ങനെ കൊടുക്കുന്നു. ഇവിടെ x എഴുതിയാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും? വെട്ടിപ്പൊക്കോളും. അപ്പൊ നമുക്ക് എന്ത് പറയാം? C is to D എന്ത് കിട്ടും? 5 × 2 10, 3 × 3 9. അപ്പൊ 10:9 എന്ന് കിട്ടും C is to D. ഞാൻ ചോദിച്ചിരിക്കുന്നത് എന്താ? 2C is to 5D. 2 × C എത്രയാണ്? 10 റേഷ്യോ 5 × D 9. അപ്പൊ നമുക്ക് 5 ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 2 കിട്ടും. അപ്പൊ 4:9 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ C നമുക്ക് ആൻസർ കൊടുക്കാം. പക്ഷേ എങ്ങനെയൊക്കെയാണോ ഇത് ചെയ്യേണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെ x എന്നൊക്കെ എഴുതി ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? അല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ട് തന്നെ മായ്ക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എക്സാം പേപ്പറിൽ എത്ര കാണാവൂ? നിങ്ങളുടെ ക്ലാസ് നോട്ടിലും ഇത്ര മാത്രമേ കാണാവൂ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. നിങ്ങൾ ഇനി എടുത്ത് ഈ ഒരു ഇതിന്റെ ക്ലാസ് നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവും, ഇതിന്റെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആവും. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആവുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങൾ സൊല്യൂഷൻ കാണുന്നത് എന്തായിരിക്കും? A is to B 2:3 ആണ്, C is to D 5A is to 3B ആണ്. 5 എന്ന് പറഞ്ഞാൽ 5 × 2. എക്ക് വരും 2 കൊടുത്താൽ 5 × 2 10 വരും. ഡിക്ക് വരും 3 കൊടുത്താൽ 3 × 3 9 വരും. ഇതാണ് C is to D. നമ്മുടെ ആൻസർ എന്താ? 2C എന്ന് പറഞ്ഞാൽ 2 × 10 20 റേഷ്യോ 5D 9 × 5 45. നമുക്ക് 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 4:9. നമ്മൾ ഇത്രയും മാത്രം എഴുതിയാൽ മതി. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ലെവൽ കൂട്ടി പോകുന്നതായിരിക്കും. അടുത്ത നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, A + B / A - B = 7/3
ബി പ്ലസ് സി ബൈ ബി മൈനസ് സി ഈക്വൽ ടു 7/1, സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി ഈക്വൽ ടു 3/1. ദെൻ എ ഈസ് ടു സി ഈസ് ടു ഡി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാ എക്സാമുകൾക്കും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വിവിധ എക്സാമുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് പഠിക്കാം? കമ്പോണന്റോ ഡിവിഡന്റോ പേര് കേട്ടിട്ട് വലിയ പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആണ്. കമ്പോണന്റോ ആൻഡ് ഡിവിഡന്റോ എന്ന കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർക്കണം. കമ്പോണന്റോ ഡിവിഡന്റോ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഒരു റേഷ്യോ ഈക്വൽ ടു 7/3. എ പ്ലസ് ബി 7 യൂണിറ്റ് ആണെങ്കിൽ എ മൈനസ് ബി എത്രയാണ്? 3 യൂണിറ്റ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ കമ്പോണന്റോ ഡിവിഡന്റോ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എന്ത് ചെയ്യും? രണ്ടുകൂടെ കൂട്ടും. ന്യൂമറേറ്ററിനെ ഞാൻ എണ്ണെന്ന് കൊടുക്കുന്നു, ഡിനോമിനേറ്ററിനെ ഞാൻ ഡി എന്ന് കൊടുക്കുന്നു. അപ്പൊ മേളിൽ എന്ത് ചെയ്യും? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററോട് കൂട്ടും. താഴെ എന്ത് ചെയ്യും? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററോട് കുറയ്ക്കും. ഇവിടെ ഞാൻ പി എന്ന് കൊടുക്കുന്നു, ഇവിടെ ഞാൻ ക്യൂ എന്ന് കൊടുക്കുന്നു. അപ്പൊ മേളിൽ വരുന്നത് എന്തായിരിക്കും? പി പ്ലസ് പി ആയിരിക്കും, പി പ്ലസ് ക്യൂ ആയിരിക്കും. ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂട്ടണം, ഡിവൈഡഡ് ബൈ ഇതിന്റെ തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററോട് എന്ത് ചെയ്യണം? കുറയ്ക്കണം, പി മൈനസ്. ഇതാണ് കമ്പോണന്റോ ഡിവിഡന്റോ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താലും ഈ റേഷ്യോയിൽ എന്ത് വരത്തില്ല? ചേഞ്ച് വരത്തില്ല. അപ്പൊ നോർമലി ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഈക്വൽ ടു പി ബൈ ക്യൂ എന്ന് പറഞ്ഞു കിടന്ന ഒരു ഫ്രാക്ഷൻ, ഈ ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ ഇതേപോലെ എഴുതിയാലും എന്ത് ചെയ്യത്തില്ല? ഇതിന്റെ വാല്യൂവിന് ചേഞ്ച് ചെയ്യത്തില്ല. ഇതിനെയാണ് നമ്മൾ കമ്പോണന്റോ ഡിവിഡന്റോ റൂൾ എന്ന് പറയുന്നത്. ഈ റൂളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് അവിടെ അറ്റാക്ക് ചെയ്യണം. അതായത് ഇവിടെ ഈ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് എന്ത് ഡയറക്റ്റ് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി. അപ്പൊ ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂട്ടി കഴിഞ്ഞാൽ ഒരു എ പ്ലസ് ബി ഉണ്ട്, ഒരു എ മൈനസ് ബി ഉണ്ട്. എ പ്ലസ് ബി പ്ലസ് എ മൈനസ് എ പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി എ പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി എന്ത് വരും? മൈനസ് ബിയും പോകും, 2a എന്ന് വരും. ഇനി താഴെ എന്ത് വരും? എ പ്ലസ് ബി മൈനസ് എ മൈനസ് ബി. ആ ഒരു ബ്രാക്കറ്റ് വരുന്നത് ശ്രദ്ധിച്ചോണം. എന്ത് വരും? എ പ്ലസ് ബി മൈനസ് എ. ഈ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് പ്ലസ് ആവും, പ്ലസ് ബി വരും. എയും വെട്ടിപ്പോയി 2b വരും, താഴെ 2b വരും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എന്ത് വന്നു? നമുക്ക് 2a ബൈ 2b ഞാൻ ഡയറക്റ്റ് എന്ന് പറയുന്നില്ല. 2a ബൈ 2b എന്ന് വന്നു ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ എന്ത് വരും? 7 അധികം 3 10 ഡിവൈഡഡ് ബൈ 7 മൈനസ് 3 4. ഈ രണ്ട് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? നമുക്ക് എ പ്ലസ് ബി ബൈ എ മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനിൽ നമ്മളൊരു കമ്പോണന്റോ ഡിവിഡന്റോ, ഞാൻ CND എന്ന് പറയും, അത് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ ബൈ ബി എന്ന് കിട്ടും. നിങ്ങൾ ഈ ഇടയ്ക്കുള്ള ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഇത് ഒരു തവണ മാത്രം ചെയ്ത് നോക്കിയാൽ മതി. ഒരു തവണ ചെയ്ത് നോക്കിയവർക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറ്റും? ഡയറക്റ്റ് ഇവിടെ കമ്പോണന്റോ ഡിവിഡന്റോ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും എന്ത് മനസ്സിലാവും? എ പ്ലസ് ബി ബൈ എ മൈനസ് ബിക്ക് കമ്പോണന്റോ ഡിവിഡന്റോ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഡയറക്റ്റ് എ ബൈ ബി എന്ന് എഴുതാൻ പറ്റും. ഈക്വൽ ടു വേണം, 7/3 എന്ന് എഴുതരുത്. 7 പ്ലസ് 3 10 ഡിവൈഡഡ് ബൈ 7 മൈനസ് 3 10/4 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് 5/2 കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈസ് ടു ബി എന്താണ്? 5:2 ആണെന്ന് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പോണന്റോ ഡിവിഡന്റോ രണ്ടാമത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ആ ഒരു സ്ഥലത്ത് യൂസ് ചെയ്യാം. ഇവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് ബി പ്ലസ് സി ബൈ ബി മൈനസ് സി ഈക്വൽ ടു 7/1 ആണ്. അപ്പൊ ഇവിടെ ഞാൻ കമ്പോണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്താൽ ബി ബൈ സി എന്ന് കിട്ടും. ഇതേ ഫോമിലായിരിക്കണം, ഇവിടെ പ്ലസിലും ഇവിടെ മൈനസിലും സെയിം ടൈപ്സും ആയിരിക്കണം. ബി ബൈ സി എന്ന് പറഞ്ഞാൽ എന്ത് വരും? 7 പ്ലസ് 1 8 ഡിവൈഡഡ് ബൈ 7 മൈനസ് 1 ഇതാണ് 6. ക്യാൻസൽ ചെയ്ത് കളയുന്ന സമയത്ത് നമ്മൾ സിമ്പിൾ റേഷ്യോ എടുക്കുകയാണ്. കാര്യം ഇവിടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് കോമൺ ആയിട്ടുള്ളതെല്ലാം വെട്ടിക്കളഞ്ഞിട്ടുള്ള വാല്യൂ ആണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ 2 വെച്ച് കിട്ടുമ്പോൾ 4:3 കിട്ടും. ഇനി നമുക്ക് ഇവിടെ കമ്പോണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്യുമ്പോഴോ ഇവിടെ ഇതേപോലെ കമ്പോണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സി ബൈ ഡി എന്ന് കിട്ടും. സി ബൈ ഡി ഇക്വൽ ടു ഇത് ഇങ്ങനെയല്ല, പ്ലസ് മേളിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് മേളിലാക്കുന്ന രീതിയിലാക്കിയിട്ട് കമ്പോണന്റോ ഡിവിഡന്റോ ചെയ്താൽ മതി. അപ്പൊ സി ബൈ ഡി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 3 പ്ലസ് 1 4 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 2. നമുക്ക് എന്ത് കിട്ടും? 2/1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു കിട്ടും. ഇപ്പൊ ഡയറക്റ്റ് ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവര് അങ്ങനെ ഡയറക്റ്റ് തരാതെ എന്ത് ചെയ്തു? ഓരോന്നിന്റെ റേഷ്യോ തന്നു. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ A is to C is to D, നമുക്ക് എന്ത് വേണം? എയും സിയും ഡിയും വേണം. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ A by B ഉണ്ട്, ഇവിടെ B by C ഉണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ട് വഴി ചെയ്യാം. A by B into B by C ചെയ്യുന്നു. A by B into B by C ചെയ്താൽ എന്തായിരിക്കും നമുക്ക് ഗുണം? എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ ബിയും ക്യാൻസൽ ചെയ്ത് A by C യുടെ വാല്യൂ കിട്ടും.
A/B എത്രയാണ്? 5/2 ആണ്. B/C എത്രയാണ്? 4/3 ആണ്. 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. അതായത് 10/3 കിട്ടും. അതിന്റെ അർത്ഥം എന്താ? A 10 ആണെങ്കിൽ C 3 ആയേ പറ്റൂ. അപ്പൊ അങ്ങനെ റേഷ്യോ വരുന്ന ഓപ്ഷൻ നോക്കുക. അപ്പൊ ഇവിടെ 10:8 ആണ്. A:C ആണ് ആദ്യത്തെ രണ്ടെണ്ണം. ഇത് A ആണെങ്കിൽ ഇത് C ആണ്. ഇത് 10:8 ആണ് വരുന്നത്. ഓപ്ഷൻ A അല്ലെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഓപ്ഷൻ ബി 20:8. ഞാൻ 2 വെച്ച് ക്യാൻസൽ ചെയ്താലും 10:4 വരുന്നത്. ഇതുമല്ല, ഇത് 10:4 വരുന്നത്. ഇത് 10 ആണെങ്കിൽ 4. ഇവിടെ 20:6. ഇതെന്താണ്? 2 വെച്ച് കിട്ടുമ്പോൾ 10:3 തന്നെയാണ് വരുന്നത്. ഇത് ഹോൾഡ് ചെയ്യാം. ചിലപ്പോൾ ഇത് അങ്ങനെ ആയാലോ. ഇത് 10:6 ആണ് വരുന്നത്. അപ്പൊ ഇതുമല്ല. ഓപ്ഷൻ സി എന്ത് ചെയ്യാം? ഇത്രയും ചെക്ക് ചെയ്യുന്നതിലൂടെ, A/C മാത്രം ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇത് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തായിരിക്കും ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യേണ്ടത് A+B A-B. A/B വാല്യൂ നമുക്ക് കിട്ടും. A/B നമുക്ക് കിട്ടി 7/3, അതായത് 10/4 എന്നിട്ട് 5/2. എയും ബിയും എന്താണ്? റേഷ്യോ ആണ്. ഇനി B/C കിട്ടി. B/C കിട്ടി 8/6, അതായത് 4/3 കിട്ടി. ഇവിടെ A/Bയും B/C ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് A:C:D ആണ്. ഇവിടെ ഓപ്ഷനകത്ത് എയും സിയും തമ്മിലുള്ള റിലേഷൻ മാത്രം നോക്കിയാൽ മതി. അത് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? സിയും ഡിയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. C/D ഓൾറെഡി ഇവിടെ C/D 2:1 എന്ന് കിട്ടുകയും ചെയ്തു. 2:1 എന്ന് പറഞ്ഞാൽ എന്താ? സി ഡിയുടെ ഇരട്ടി ആയിരിക്കും. സി ഡിയുടെ ഇരട്ടിയാണോ? ഡിയുടെ ഇരട്ടിയാണോ സി? അല്ല. ഡിയുടെ ഇരട്ടിയാണോ സി? അല്ല. ഇവിടെ എന്താണ്? ഇവിടെ ഡിയുടെ ഇരട്ടിയാണ് സി, ഡിയുടെ ഇരട്ടിയാണ് സി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? രണ്ടിടത്ത് 2 ഓപ്ഷൻ കിട്ടും. ഇനി ഇവിടെ എന്ത് ചെയ്യാം? ആദ്യത്തെ അത് റിലേഷനൂടെ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നോക്കി എന്നിട്ട് A/B × B/C, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബി എന്ത് ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, മേലിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ 10:4 തന്നെ കിടക്കട്ടെ. 10:4 എഴുതാനുള്ള ഗുണം എന്താ? 10/2 എന്ന് പറഞ്ഞാൽ 10/4. ഗുണം എന്താ? ഇവിടെയും B 4 ആണ്, ഇവിടെയും B 4 ആണ്. നമുക്ക് എന്ത് പറയാം? A:B:C. A 10 ആണെങ്കിൽ B 4 ആണ്, B 4 ആണെങ്കിൽ C 3 ആണ്. A:C എന്ത് കിട്ടും? 10:3 കിട്ടും. ഇതാണ് റേഷ്യോയുടെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പഠിച്ച മെത്തേഡിൽ നിന്ന് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ച് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന, ഒരു 20 സെക്കൻഡിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അത് പഠിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇഫ് 30% ഓഫ് വാട്ടർ ഫ്രം ദ ബക്കറ്റ് എ ഈസ് ആഡഡ് ടു ദ ബക്കറ്റ് ബി, ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ ബിറ്റ്വീൻ ബക്കറ്റ് എ, ബി ആൻഡ് സി if the water in the bucket B increases by 40% and A:C എത്രയാണ്? 8:7. അപ്പൊ ഇവിടെ എന്ത് പറയാൻ പറ്റും? 30% ഓഫ് വാട്ടർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്ര പേർക്ക് ആൻസർ കിട്ടുമെന്ന് എനിക്കറിയില്ല. പെർസെന്റേജ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 30% ഓഫ് വാട്ടർ ഫ്രം ബക്കറ്റ് എ ഈസ് ആഡഡ് ടു ബക്കറ്റ് ബി. ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ ബിറ്റ്വീൻ ബക്കറ്റ് ABC വാട്ടറിന്റെ അളവിന്റെ റേഷ്യോ ആണ് വേണ്ടത്. ഇഫ് ദ വാട്ടർ ഇൻ ബക്കറ്റ് ബി ഇൻക്രീസസ് ബൈ 40%, ഇതിന്റെ അർത്ഥം എന്താ? നമ്മള് ഒരു ബക്കറ്റ് എ എന്ന് പറയുന്ന ബക്കറ്റിൽ 7 ലിറ്റർ വെള്ളം കൊള്ളുന്നു വിചാരിക്കും. അതിന്റെ 30% എന്ത് ചെയ്തത്? നമ്മൾ വെള്ളം ഒഴിച്ചത്. അപ്പൊ 30% ഓഫ് എ. അപ്പൊ ആ വെള്ളം ഒഴിച്ചപ്പോ അത്രയും വെള്ളമാണ് നമ്മൾ ഒഴിച്ചത്, അധികമായിട്ട് ഒഴിച്ചത്. അപ്പൊ എന്ത് ചെയ്തു? ബക്കറ്റ് ബിയിൽ B ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ ആ ബിയിൽ എത്ര വാട്ടറാ കൂടിയത്? ആ ബിയുടെ 40% കൂടി. ബി എത്രയാണോ ഉൾക്കൊള്ളുന്ന വെള്ളം അതിന്റെ 40% എന്ത് ചെയ്തത്? ആ ഒരു എയിൽ നിന്ന് വെള്ളം ഒഴിച്ചപ്പോൾ എന്ത് ചെയ്തത്? കൂടിയത്. അതിന്റെ അർത്ഥം എന്താ? ആ എയിൽ നിന്ന് ഒഴിച്ച വെള്ളം എന്ന് പറഞ്ഞാല് ബിയുടെ 40%. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടും നമുക്ക്? ഈ പെർസെന്റേജ് ഓഫ് എയും പെർസെന്റേജ് ഓഫ് എയും കളയാം, 0 കളയാം. 3A = 4B എന്ന് വരും. A/B = B ഇങ്ങ് താഴെ പോവും. A 4 ആണ്, ഈ 3 ഇങ്ങ് താഴെ വരും. അപ്പോ 4/3 എന്ന് കിട്ടും. അതായത് എയിൽ 4 യൂണിറ്റ് വെള്ളം ഉണ്ടെങ്കിൽ ബിയിൽ 3 യൂണിറ്റ് വെള്ളമായിരിക്കും കൊള്ളുന്നത്. അപ്പൊ ചോദിച്ചിട്ടുള്ള എന്താ? റേഷ്യോ ബിറ്റ്വീൻ A/B/C. നിങ്ങൾ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യണം? ഇത് ഈ ക്വസ്റ്റിനെ അറ്റാക്ക് ചെയ്യണം. ചുമ്മാ ബാക്കിയുള്ള ഡേറ്റ വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ചുമ്മാ വെറുതെ A:C ഒന്നും നോക്കുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് A:B:C ആണ് വേണ്ടത്. അപ്പൊ A 4 ആണെങ്കിൽ B 3 ആണ്. അങ്ങനെയുള്ള ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ വഴി എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ഓപ്ഷൻ വഴി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? A 4 ആണെങ്കിൽ B 3 ആണ്. A ആണ് വലുത്. ഇവിടെ A ആണോ വലുത്? അല്ല. ഇത് ആ ഓർഡറിലാണ്. A അല്ല വലുത്. A ആണ് വലുത്. ഇവിടെ 5ഉം 8ഉം ആണ്. B ആണ് ഇവിടെ വലുത്. അപ്പൊ നമുക്ക് എന്താ? A ആയിരിക്കണം വലുത്. 6:7. ഇതിലും A അല്ല വലുത്. ഓൺലി ഒരു ഓപ്ഷനിൽ മാത്രമേ എന്തുള്ളൂ? A വലുതായിട്ടുള്ളത്. A > B ആയിരിക്കും. A > B ഒരൊറ്റ ഓപ്ഷനിലേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇനി അല്ല A:B:C കണ്ടുപിടിക്കേണ്ടി വരും എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം? A 8 ആണെങ്കിൽ C എത്രയാണ്? 7 ആണ്. അപ്പോൾ A 8 ആണെങ്കിൽ ഇനി 2 കൊണ്ട് ഗുണിച്ചാൽ 8, ഇത് 6 എന്ന് കിട്ടും. A:B 4:3 എന്നും പറയാം, 8:6 എന്നും പറയാം. അപ്പോൾ A 8 ആണെങ്കിൽ C 7 ആണ്. A 8 ആണെങ്കിൽ C 7 ആവുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ D മാത്രമേ ഉള്ളൂ.
അപ്പൊ ഇവിടെ ബിയുടെ വാല്യൂ എത്ര തന്നെ ഓൾറെഡി അവിടെ 6 കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? A:B:C എത്രയാണ് ഇവിടെ? 8:6 ആണ്. ഇത് പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. എങ്ങനെ പേന എടുക്കാതെ ചെയ്യാൻ പറ്റുന്നത്? 30% A ഈക്വൽ ടു 40% B എന്ന് കിട്ടി. അപ്പൊ A/B ഡയറക്റ്റ് എന്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക്? 4/3 കിട്ടും. അപ്പൊ A 4 ആണെങ്കിൽ B 3 ആണ്. ഏറ്റവും വലുത് ഏതാണ്? A ആണ് വലുത്. A വലുതുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. എത്ര സെക്കൻഡ് ചെയ്യാൻ പറ്റും? 10 സെക്കൻഡിൽ ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. എക്സാമിന് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത A:B+C ഓപ്ഷൻ 4. ക്വസ്റ്റൻ 4, നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, എയുടെയും B+C റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. A:B+C എനിക്ക് A/B+C എന്ന് കൊടുക്കാം. അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1/3 തന്നിട്ടുണ്ട്. ഇനി C/A+B അടുത്തൊരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് സ്ഥലത്ത് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. C/A+B അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 5/7 തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ √3B/C+A റേഷ്യോ A/B+C അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനില് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എയും ബിയും സിയും സെപ്പറേറ്റ് ആയിട്ടുള്ള റേഷ്യോ തന്നിട്ടില്ല. ഇവര് എയുടെയും B+C റേഷ്യോ തന്നിട്ടുണ്ട്, സിയുടെ A+B റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻ തന്നു. A 1 ആണെങ്കിൽ ബിയും സിയും കൂടെ കൂട്ടുന്നത് 3 യൂണിറ്റ് ആണ്. 1 എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. X ആണെങ്കിൽ ഇത് 3x ആണ്. സി 5 ആണെങ്കിൽ എയും ബിയും കൂടെ കൂട്ടുന്നത് എത്രയാണ്? 7 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് A+B+C വാല്യൂ എന്ത് ചെയ്യാം? സെയിം ആക്കാം. കാര്യം എയും ബിയും സിയും കൂടെ കൂട്ടുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണമല്ലോ. അത് ഇവിടെ ആയാലും ഇവിടെ ആയാലും ഈ കേസിലായാലും A+B+C എന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എയും ബിയും സിയും A+B+C ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടുമ്പോൾ എന്ത് കിട്ടും? A+B+C കിട്ടും. അതെന്താ കിട്ടുന്നത്? 3 1 4 കിട്ടും. ഇവിടെ പറയുന്നു ഇവിടെ സിയും A+Bയും ഇതൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 5 7 12. അത് ശരിയാവോ? ഇല്ല. എന്തുകൊണ്ടാ ശരിയാവാത്തെ? ഇവിടെ പറയുന്നു എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ 4 കിട്ടും. ഇവിടെ പറയുന്നു എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ 12 കിട്ടും. രണ്ട് സെയിം ആക്കണ്ടേ? അപ്പൊ 4നെയും 12നെയും സെയിം ആക്കാൻ എന്താക്കണം? രണ്ടും എന്ത് ചെയ്താൽ അതിന്റെ LCM ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള 12 ആക്കിയാൽ മതി. നമുക്ക് എളുപ്പം ഏതായിരിക്കും? 12 ആക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? ഈ റേഷ്യോയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോയിലെ വാല്യൂസിനെ റേഷ്യോ ചേഞ്ച് ചെയ്യാതെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 1:3 വെച്ചോ. ഞാൻ ഇവിടെയും 1/4 ചെയ്യുന്നു, ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഫൈനൽ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇതിനെ 4/12 എന്ന് എഴുതാം. വെട്ടിക്കളയുമ്പോൾ സിംപ്ലസ്റ്റ് ഫോമിലാക്കുമ്പോൾ ഇത് എന്തിൽ തന്നെ വരും? 1:3 തന്നെ വരും. ഇതിന്റെ 3 ഇരട്ടിയാവും ഈ കിടക്കുന്നത്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആണ്. എന്ത് ചെയ്യാം? എനിക്ക് ഈ ഒരു 1:3 എനിക്ക് എങ്ങനെ എഴുതാം? 4:12 എഴുതാം. ആരും ഒന്നും പറയില്ല. കാര്യം സിംപ്ലസ്റ്റ് ഫോം അല്ലെന്ന് മാത്രം. അപ്പൊ എനിക്ക് A/B+C എനിക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ ഞാൻ 3 കൊണ്ട് ഗുണിക്കുന്നു. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യണം? രണ്ടിടത്തും 3 കൊണ്ട് ഗുണിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. രണ്ടിടത്തും ഗുണിച്ചാൽ എന്ത് വരത്തുള്ളൂ? റേഷ്യോ ചേഞ്ച് ചെയ്യാതെ ഇരിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ എന്ത് കിട്ടി നമുക്ക്? A/B+C ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? എക്സാമിന് ചെയ്യേണ്ട മെത്തേഡിലൂടെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മളൊരു 5-6 ക്വസ്റ്റിനെ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു മണിക്കൂർ ക്ലാസ് ഇരുന്ന എഫക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ കൺസെപ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതാണ് ഈ പ്രാക്ടീസിന്റെ അല്ലെങ്കിൽ ക്ലാസിന്റെ ഗുണം എന്ന് പറയുന്നത്. A+B+C നമുക്ക് എങ്ങനെ എഴുതാം? A/B+C 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 1/3 ചെയ്യുമ്പോൾ 3 എന്ന് എഴുതാം. 3 × 3 9 എന്ന് എഴുതാം. റേഷ്യോ എടുക്കുമ്പോൾ 1:3 തന്നെ കിട്ടുകയും ചെയ്യും. യെസ്. ഇനി എന്താ? C/A+B. C/A+B എന്താ തന്നിട്ടുള്ളത്? 5 7. കാര്യം 12 തന്നെ ഉണ്ട്. സം ഓൾറെഡി. ഇപ്പൊ എന്തായി? ഇതിന്റെ സമ്മ് 12 ഇതിന്റെ സമ്മ് 12 9 3 12 7 5 12. ഇപ്പൊ എന്തായി? നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇപ്പൊ നമുക്ക് പറയാം A 3 ആണെങ്കിൽ B+C 9 ആണ്, അല്ലെങ്കിൽ C 5 ആണെങ്കിൽ A+B 7 ആണ്. നമുക്ക് ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? എയുടെയും ബിയുടെയും സിയുടെയും റേഷ്യോ അല്ലെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാം. എയുടെയും ബിയുടെ സിയുടെ വാല്യൂ എന്ത് വരും? A 3 ആണെങ്കിൽ C എത്രയാണ്? 5 ആണ്. A+B 7 ആണെങ്കിൽ ഓൾറെഡി A 3 ആണ്. ബി എത്ര ആയേ പറ്റൂ? 4 ആയി വരും. ബി എത്ര? B 4 C 5. അങ്ങനെ 4 5 9 വരും. അപ്പൊ 3:4:5 ആണ് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ. അപ്പൊ നമുക്ക് ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് √3B. √3 × 4. ബിക്ക് 4 കൊടുക്കാം. √3 × 4 ഡിവൈഡഡ് ബൈ A+C, അതായത് 5 3 8 റേഷ്യോ A ഡിവൈഡഡ് ബൈ 3 ആണ് ഡിവൈഡഡ് ബൈ B+C 9.
അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ക്യാൻസൽ ചെയ്യുക, 2 ഇവിടെ 3 വരും. അപ്പൊ 3√3 റേഷ്യോ 2 എന്ന് ആൻസർ കിട്ടും. 3√3 റേഷ്യോ 3 ഇങ്ങോട്ട് പോകും, 3√3 റേഷ്യോ 2 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ എ എന്ത് ചെയ്യാം, ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് അല്ലെങ്കിൽ എക്സാം മെത്തേഡിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ നിങ്ങൾ ഇങ്ങനെ എഴുതി സമയം കളയരുത്. അതൊക്കെ നിങ്ങളുടെ പ്രാക്ടീസ്, വീട്ടിൽ ഇരുന്നാണ് പ്രാക്ടീസ്. അതൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം. എക്സാമിന് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? എയും ബി പ്ലസ് സി, സിയും എ പ്ലസ് ബി. ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ്? എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ആകുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കണം. ഇവിടെ സമ്മ് 1, 3, 4 ആണ്. ഇവിടെ 1, 3, 4 ആണ്. ഇവിടെ 5, 12 ആണ്. അപ്പൊ ഇനി 4നെ 12 ഈക്വൽ ആക്കാൻ 12 ആക്കാം. അപ്പൊ 3 ഗുണിക്കുമ്പോൾ 3/9 കിട്ടും, മറ്റേത് 5/12 കിട്ടും. അപ്പൊ എ ബി സി എടുക്കുന്ന സമയത്ത് എയുടെ വാല്യൂ 3, സിയുടെ വാല്യൂ 12. സി എത്രയാണ്? സി എത്രയാണ്? 5. സി 5, 5 3 8 ആയി. ബി 4 5 കിട്ടും. ചെയ്യാം √3 ബി √3 ഇൻറ്റു 4√3 ബൈ എ പ്ലസ് സി 8 √3 ബൈ 2 എന്ന് കിട്ടും. റേഷ്യോ എ ബൈ 3 ഡിവൈഡ് ബൈ ബി പ്ലസ് 9 1/3 എന്ന് കിട്ടും. 3√3 റേഷ്യോ 2. എത്ര കുറച്ച് എഴുതാമോ, എത്ര സ്റ്റെപ്പ് കുറയ്ക്കാമോ അത്രയും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ സമയം കുറച്ച് എടുക്കത്തുള്ളൂ. അത്രയും നിങ്ങൾ ബാക്കിയുള്ളവരേക്കായി മുന്നോട്ട്. ഈ ഒരു ക്വസ്റ്റിന്റെ എക്സാം മെത്തേഡ് നമുക്ക് ഇവിടെ എഴുതാം. ഈ ഒരു സ്ഥലത്തോട്ട് നമുക്ക് എല്ലാത്തിന്റെ എക്സാം മെത്തേഡ് എന്ത് ചെയ്യാം. 4 ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ, ചെയ്യാൻ പറ്റും നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് എക്സ് ആൻഡ് വൈ ആർ 2 നമ്പേഴ്സ് ഹാവിംഗ് ഓപ്പോസിറ്റ് സൈൻസ് ആൻഡ് x square is to y square equal to x square റേഷ്യോ y square എന്ന് പറഞ്ഞാൽ എന്താണ്? 16 റേഷ്യോ 81 എന്ന് പറയും. Then what is the value of 3x plus 4y by 2x minus 3y? അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ ഒരുപാടിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഹിറ്റ് ആൻഡ് ട്രയൽ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഹിറ്റ് ആൻഡ് ട്രയൽ നോക്കാം. എങ്ങനെ ഹിറ്റ് ആൻഡ് ട്രയൽ നോക്കുന്നത്? ഹിറ്റ് ആൻഡ് ട്രയൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് ഞാൻ -4, വൈക്ക് ഞാൻ -9 ചുമ്മാ കൊടുത്ത് നോക്കുന്നു. കാര്യം മൈനസിന്റെ സ്ക്വയർ എന്താണ്? പ്ലസ് ആണ്. അവരുടെ ഓപ്ഷനകത്ത് -1. അത് നമുക്ക് എക്സിനും വൈക്കും എന്ത് കൊടുക്കാം? 4 കൊടുത്തു നോക്കും. ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 4 കൊടുക്കുന്നു, വൈക്ക് 9 കൊടുക്കുന്നു. 4ന്റെ സ്ക്വയർ 16 ആണ്, 9ന്റെ സ്ക്വയർ 81. അപ്പൊ 4 9 കൊടുക്കുമ്പോൾ 3x plus 4y. 3x എന്ന് പറഞ്ഞാൽ 3 4 12, 9 into 4 എന്ന് പറയുമ്പോൾ 36. 36 12 48. ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് CGL ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ചെയ്തേ പറ്റൂ. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കും. ഡിവൈഡഡ് ബൈ 2x 2 into 4 8 മൈനസ് 3 into 9 -27. 8 -27 -19 -19. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? -48/19 ഇല്ല, -49 ഇല്ല. അപ്പൊ ഇതല്ല നമ്മുടെ എക്സിന് -4 +9 കൊടുത്തു. ഫസ്റ്റ് രണ്ടാമത് -4 +9 കൊടുക്കുമ്പോൾ 3 into -4 -12 + 4 into 9 36 എന്ന് പറഞ്ഞാൽ എന്ത് വരും? മേളിൽ എന്ത് വരും? 36 -12 24 വരും. ഡിവൈഡഡ് ബൈ ഒരു മിനിറ്റ്, ഇവിടെ നമുക്ക് 24 വരും. 24 ഓപ്ഷനിലുണ്ട്. ഇനി എന്ത് ചെയ്യാം? 2x 2 into -4 -8 -3 into 9 -27. അപ്പൊ നമുക്ക് ഇത് കിട്ടും -24/35. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പൊ ഏതെങ്കിലും ഒന്നിൽ ആൻസർ ഉണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ 4 പോസിബിലിറ്റി വരാം. ഒന്നുകിൽ എക്സും വൈയും എന്താവാം? 4ഉം 9ഉം ആവാം. അല്ലെങ്കിൽ x -4ഉം y 9ഉം ആവാം. x 4ഉം y -9 ആവാം. അല്ലെങ്കിൽ ഇത് -4ഉം -9 ആവാം. ഏത് വേണമെങ്കിലും ആവാം. അതിൽ ഒരു ഓപ്ഷൻ എടുത്ത് വേഗം, ഇവിടെ എന്താണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡാണ്. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും, എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ അഡിഷൻ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ ഹിറ്റ് ആൻഡ് ട്രയൽ വെച്ച് എന്ത് ചെയ്യാം? ഓപ്ഷൻ സി നമുക്ക് ആൻസർ. മെത്തേഡ്സ് നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് 2p + q by is 2q + r ratio
Q minus P ratio Q minus R equal to 4:3. Then what is the value of PQR? അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ഇതിനകത്ത് ഒന്നും എഴുതണ്ട, പേനയൊന്നും എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ള എന്താ? പിയുടെയും ക്യൂടെ ആറിന്റെ വാല്യൂ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ഓപ്ഷൻ വഴി ചെക്ക് ചെയ്യുക. ബൈ ഓപ്ഷൻ വഴി ചെക്ക് ചെയ്യുക. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം. അത് അധികം ആരും പറഞ്ഞു തരത്തില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നു. ഓപ്ഷൻ എ ഞാൻ എടുക്കുന്നു. ഓപ്ഷൻ എ എടുക്കുമ്പോൾ പിക്ക് 8 കൊടുക്കുന്നു. 8 2 16, ക്യൂവിന് 12 കൊടുക്കുന്നു. 16 12 28 റേഷ്യോ. ഇനി ക്യൂ പ്ലസ് ആർ 12 9 21. ഇത് തന്നെയാണോ ഈക്വൽ ടു ക്യൂ മൈനസ് പി 12 - 8 4, ക്യൂ മൈനസ് ആർ 12 - 9 ഇത്രയാണ് 3 ആണോ? 7 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 7 4 28 ആണ്. 7 3 7 ക്യാൻസൽ ചെയ്യുമ്പോൾ 4:3 ഈക്വൽ ടു 4:3 കിട്ടും. ഓപ്ഷൻ എ എന്ത് ചെയ്തു? ആൻസർ. അല്ലെങ്കിൽ ഓരോ ഓപ്ഷൻ എടുത്ത് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഒറ്റ ഓപ്ഷൻ 2 ഓപ്ഷൻ മാച്ച് ആയാൽ അതിന്റെ അർത്ഥം ക്വസ്റ്റ്യൻ ഇട്ട ആള് തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. എന്ത് ചെയ്യണം? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ വഴി എന്ത് ചെയ്യണം? ചെയ്യാം. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. ശരി. ഇഫ് a by b equal to a by b ratio c square by d square ratio e cube by f cube വാല്യൂ 16 ആണെങ്കിൽ വാല്യൂ ഓഫ് ഇതിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? a by b c square by d square e cube by f cube ഇതിന്റെ വാല്യൂ എല്ലാം എന്താണ്? 16 ആണ്. യെസ്, അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് എ സ്ക്വയർ വേണ്ടത്. സി റേസ്റ്റ് പവർ. എപ്പോഴും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനെ ഒബ്സർവ് ചെയ്യണം. ക്വസ്റ്റ്യനെ ഒബ്സർവ് ചെയ്യുന്നതാണ് ഏറ്റവും ഒരു പരീക്ഷ എഴുതുന്ന ഒരാളുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും ഉണ്ടായിരിക്കേണ്ട മിനിമം ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ എ സ്ക്വയർ ഉണ്ട്, സി റേസ്റ്റ് 4 ഉണ്ട്, ഇ റേസ്റ്റ് 6 ഉണ്ട്. ബി സ്ക്വയർ ഉണ്ട്, ഡി റേസ്റ്റ് 4 ഉണ്ട്, എഫ് റേസ്റ്റ് 6 ഉണ്ട്. ബി സ്ക്വയർ ഉണ്ട്, ഡി റേസ്റ്റ് 4 ഉണ്ട്, എഫ് റേസ്റ്റ് 6 ഉണ്ട്. എ സ്ക്വയർ, സി റേസ്റ്റ് 4, ഇ റേസ്റ്റ് 6. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് നിസ്സംശയം പറയാം, ഇതിന്റെ എല്ലാത്തിന്റെ സ്ക്വയർ ആണ് ഇവിടെ എഴുതി വെച്ചത് അല്ലെ? എയുടെ സ്ക്വയർ ഉണ്ട്, ബിയുടെ സ്ക്വയർ ഉണ്ട്. സി സ്ക്വയറിന്റെ സ്ക്വയർ ആണ്. സി സ്ക്വയറിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സി റേസ്റ്റ് 4 ആണ്. അതായത് എ റേസ്റ്റ് എം റേസ്റ്റ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റേസ്റ്റ് എം ഇൻറ്റു എൻ ആണ്. ഇതൊക്കെ ഓൾറെഡി SSC/GD ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ചാനലിലുള്ളതാണ്. അറിഞ്ഞുണ്ടെങ്കിലും എന്ത് ചെയ്യുക? ഇപ്പൊ പഠിക്കാം. അപ്പൊ ഇതിനെ സ്ക്വയർ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇക്വേഷനെ മൊത്തം ഞാൻ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? എ ബൈ ബി സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ റേഷ്യോ സി സ്ക്വയർ ഡി സ്ക്വയറിനെ സ്ക്വയർ ചെയ്യുമ്പോൾ സി റേസ്റ്റ് 4ഉം ഡി റേസ്റ്റ് 4ഉം റേഷ്യോ ഈ ക്യൂബ് ബൈ എഫ് റേസ്റ്റ് 6നെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇ റേസ്റ്റ് 6ഉം എഫ് റേസ്റ്റ് 6ഉം സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 16 സ്ക്വയർ 256 ബൈ 1 എന്ന് നമുക്ക് എഴുതാം. 1ന്റെ സ്ക്വയർ എല്ലാത്തിന്റെ അടിയിൽ എന്തുണ്ട്? 1. അപ്പൊ എ സ്ക്വയർ 256 ആണെങ്കിൽ ബി സ്ക്വയർ 1 ആണ്. സി റേസ്റ്റ് 4 256 ആണെങ്കിൽ ഡി റേസ്റ്റ് 4 1 ആണ്. ഇ റേസ്റ്റ് 6 256 ആണെങ്കിൽ എഫ് റേസ്റ്റ് 6 1 ആണ്. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പൊ ചോദിച്ചിട്ടുള്ള എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയറിന് വരെ നമ്മൾ എന്ത് ചെയ്യാം? വാല്യൂ കൊടുക്കാം. റൂട്ട് ഓഫ് എ സ്ക്വയറും സി റേസ്റ്റ് 4ഉം ഇ റേസ്റ്റ് 6. അപ്പൊ എ സ്ക്വയറും സി റേസ്റ്റ് 4 ഇ റേസ്റ്റ് 6 എന്താണ്? ഈക്വൽ തന്നെയാണ് അല്ലെ? എ സ്ക്വയറും 256 ആണ്, സി റേസ്റ്റ് 4 256 ആണ്, ഇ റേസ്റ്റ് 6 എന്താണ്? 256 ആണ്. എനിക്ക് എന്ത് എഴുതാം? സി റേസ്റ്റ് 4നെ എനിക്ക് എ സ്ക്വയർ തന്നെ എഴുതാം. ഇ റേസ്റ്റ് 6നെ എനിക്ക് എ സ്ക്വയർ തന്നെ എഴുതാം. എന്തുകൊണ്ടാണ് എഴുതാൻ പറ്റുന്നത്? അത് ചോദിക്കണം. എല്ലാത്തിന്റെ വാല്യൂ എന്താണ്? 256 എന്ന് പറയും. 256 എക്സ് 256 വൈ എന്തോ ആയിക്കോട്ടെ. 256 ആയാൽ ഇത് 1 ആണ്. അപ്പോൾ എ സ്ക്വയറും ഈക്വൽ ടു സി റേസ്റ്റ് 4 ഈക്വൽ ടു ഇ റേസ്റ്റ് 6. അതേപോലെ തന്നെ ബി സ്ക്വയറും ഡി റേസ്റ്റ് 4 എഫ് റേസ്റ്റ് 6 എല്ലാം എന്താണ്? 1 തന്നെയാണ്. ബി സ്ക്വയറും ഡി റേസ്റ്റ് 4ഉം എഫ് റേസ്റ്റ് 6 എല്ലാം സെയിം വാല്യൂ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ സെയിം ആയിട്ട് കൊടുത്തത്. ഈക്വൽ ടു ഇവിടെ ഈക്വൽ ടു ആണ്, ഇവിടെ റേഷ്യോന്റെ സെയിം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ പ്ലസ് സി റേസ്റ്റ് 4 പ്ലസ് ഇ റേസ്റ്റ് 6. അതായത് എ സ്ക്വയർ സെയിം വാല്യൂസ് ആണ് കൂടുന്നത്. എല്ലാത്തിനും ഞാൻ എ സ്ക്വയർ എന്ന് കൊടുത്താൽ എ സ്ക്വയർ അതായത് 3 എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയറും ഡി സ്ക്വയർ എഫ് സ്ക്വയർ എന്താണ്? സെയിം തന്നെയാണ്. എല്ലാത്തിനും ഞാൻ ബി സ്ക്വയർ എന്ന് കൊടുക്കും. ബി സ്ക്വയർ എന്ന് വെച്ചാൽ ബി സ്ക്വയർ 3 ബി സ്ക്വയർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 ബി സ്ക്വയർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 ബി സ്ക്വയർ പ്ലസ് അടുത്ത റൂട്ടിൽ എന്താ പറയുന്നത്? ബി സ്ക്വയർ ഡി സ്ക്വയർ എഫ് സ്ക്വയർ എല്ലാം എന്ത് കൊടുക്കാം? എനിക്ക് ബി സ്ക്വയർ എന്ന് കൊടുക്കും. ബി സ്ക്വയർ 3 ബി സ്ക്വയർ വരും ഡിവൈഡഡ് ബൈ ഇത് എ സ്ക്വയർ 3 എ സ്ക്വയറിന് കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യുന്ന സമയത്ത് സിമ്പിൾ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. 3 ക്യാൻസലായി റൂട്ട് ഓഫ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. എ സ്ക്വയർ ഞാൻ 256 കൊടുക്കുന്നു. റൂട്ട് ഓഫ് 256 ബൈ 1 അധികം റൂട്ട് ഓഫ്
ബി സ്ക്വയറിന് 1 കൊടുക്കുന്നു അല്ലെ, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് 256. നമുക്ക് എന്ത് കിട്ടും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് ഓഫ് 256 16 ആണ്. 16/1 പ്ലസ് 1/16. നമുക്ക് എന്ത് കിട്ടും? 16 × 16 256 1 257/16 ആൻസർ. 257/16 ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കും. ഇനി ഈ ക്വസ്റ്റ്യൻ എത്ര ചെയ്യണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എത്രമാത്രം ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം, എത്രമാത്രം ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇവിടെ എയും ബിയും സിയും സി സ്ക്വയറും ഡി സ്ക്വയറും ഈ ക്യൂബും എഫ് ക്യൂബും ആണ്. അല്ല, ഇന്ന് ചെയ്തതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് എല്ലായിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലായിടത്തും കിട്ടത്തില്ല. എല്ലായിടത്തെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ഒരു സീരീസിൽ ഇതിനെ ഇങ്ങനെ യൂണീക്ക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ ഇതിനെ എന്ത് ചെയ്തു? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സ്ക്വയർ ചെയ്ത സമയത്ത് എ സ്ക്വയർ ബി സ്ക്വയർ, അതായത് നമുക്ക് വേണം എ സ്ക്വയർ ബി സ്ക്വയർ C/4 256/1 എന്ത് ചെയ്താണ്? സ്ക്വയർ ചെയ്താണ്. ഇനി എല്ലാം ഈക്വൽ ആണ്. ഇപ്പൊ എ സ്ക്വയർ C/4 E/6. ഇപ്പൊ റൂട്ട് ഓഫ് 3 എ സ്ക്വയർ ആണ്, ഇവിടെ 3 ബി സ്ക്വയർ ആണ്. അപ്പൊ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ് വേണ്ടത്, പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പൊ നമുക്ക് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 256 ആണ്. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 16, മറ്റേത് 1 ആണ്, പ്ലസ് 1/16. 256 1 257/16. ബേസിക് ആയിട്ടുള്ള കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ സമ്മിന്റെ ക്ലാസ്സിലൊക്കെ ഇൻട്രൊഡക്ഷൻ ടു CHSL ഒരു ക്ലാസ് ഉണ്ട്, ഡീറ്റെയിൽ സമ്മിന്റെ ക്ലാസ്. ഡീറ്റെയിൽ സം ദിശ അക്കാദമി സെർച്ച് ചെയ്താൽ ഇങ്ങനെ ചെറിയ കൂട്ടലും കുറയ്ക്കലും ഒക്കെ അവിടെ ഓൾറെഡി പറഞ്ഞു. ഓപ്ഷൻ സി എന്ത് ചെയ്യാം? നമുക്ക് ആൻസർ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്കായിട്ട് ഈ 3 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യും. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് 9ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഏറ്റവും ലെവലിൽ എല്ലാ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ചാപ്റ്ററിൽ നിന്ന് 10-100 ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്രാഷ് കോഴ്സിൽ ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ കമന്റ്, നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാൻ പറ്റിയെങ്കിൽ കമന്റ് ആയിട്ട് അത് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.